പെർസെൻറ്റേജ് സീരീസിലെ അഞ്ചാമത്തെ വീഡിയോ ആണ്. സോ നമ്മൾ 4 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ വ്യക്തമാവും. ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. If x is 10% more than y, then by what percentage y is less than x എന്നുള്ളതല്ലേ ചോദ്യം. 10% more than y. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെർസെൻറ്റേജിലെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്, 100 ആണെന്നല്ലേ. സോ നമ്മൾ 100 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 10% മോർ എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും, 110 മാറും. പക്ഷേ ഇവിടെ ആര് കൂടി എന്ന് നമുക്കറിയണം അല്ലേ. ഇവിടെ നോക്കൂ, എക്സ് ഈസ് 10% മോർ ദാൻ വൈ. വൈയിനേക്കാളും കൂടുതലാണ് ആര്, എക്സ്. അപ്പോൾ നമ്മൾ 100 ആരെടുക്കണം, വൈയിനെ എടുക്കണം. വൈയിനെ എന്തുകൊണ്ട് എടുക്കും, വൈ 100 ആണെങ്കിൽ 100ൻ്റെ 10% എന്ന് പറയുന്നത് 10 അല്ലേ. സോ 100നേക്കാളും 10 കൂടുതലായിരിക്കും ആര്, എക്സ്. ഇനിയുള്ള ചോദ്യം, ദെൻ ബൈ വാട്ട് പെർസെൻറ്റേജ് ഈസ് വൈ ലെസ് ദാൻ എക്സ്. വൈ എക്സിൻ്റെ എത്ര ശതമാനം കുറവാണെന്നുള്ളല്ലേ ചോദ്യം. നമ്മൾ കമ്പയർ ചെയ്യുന്ന ആരെയാണ്, എക്സിനെയാണ്. സോ ദാൻ കഴിഞ്ഞിട്ട് ആരാണോ വരുന്നത്, ആരാ വരുന്നത്, എക്സ് ആണ്. എക്സിന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിൽ വെക്കുക. സോ എക്സ് താഴെയാണെങ്കിൽ ആളെ കമ്പയർ ചെയ്യുന്നത് ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ എന്നുള്ളതല്ലേ. സോ ഇവിടെ നോക്കുമ്പോൾ 100 110 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 10. സോ 10നെ നമ്മൾ മുകളിൽ എഴുതും. എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, എക്സ് 110 ആണല്ലേ. 110 വരും ഇൻറ്റു 100. എത്ര പെർസെൻറ്റേജ് ആണെന്നല്ല ചോദ്യം, 100 എത്ര. സോ നമ്മളിവിടെ കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 1/11 എന്ന് പറയും. 1/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100/11 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 9.09 എന്ന് കിട്ടും. സോ ഇത് നമുക്ക് പെർസെൻറ്റേജ് രീതിയിൽ ചെയ്യുന്നതാണ്. ഇതേ ക്വസ്റ്റിനെ നമുക്ക് ഫ്രാക്ഷൻ, നമ്മൾ ഓൾറെഡി ഫ്രാക്ഷൻ ടേബിളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. സോ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ എങ്ങനെ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളത് നോക്കാം. നോക്കൂ, 10% ഈക്വൽ ഫ്രാക്ഷൻ എത്രയാണ്, 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 1/10 അല്ലേ. 1/10 ആണ്. ഈ 1/10 എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ മീനിങ്, 10 ഡിവൈഡഡ് ബൈ 100 അല്ലേ. 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ 100 ആണ്. ഇതിനെ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 1/10 എന്ന് കിട്ടുന്നത്. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, വൈക്ക് 100 കൊടുത്തു. 100ൽ നിന്ന് എത്ര കൂടുതലാണെന്നുള്ളത് നമ്മൾ ഇത് നോക്കിയിട്ട് മോർ ആണെങ്കിൽ 100 + 10 110 എന്ന് എഴുതി. ഇവിടെ ഫ്രാക്ഷൻ നമുക്ക് ഒറ്റയടിക്ക് അറിയാമെങ്കിൽ 10% എന്ന് പറയുന്നത് 1/10 ആണെന്ന് അറിയാമെങ്കിൽ നമ്മളിവിടെ വൈയിനെ ആരെടുക്കും, വൈയിനെ 10 ആയിട്ട് കൺസിഡർ ചെയ്യും. കാരണം വൈൻ്റെ സ്ഥാനത്ത് 100ൻ്റെ സ്ഥാനത്ത് ഇവിടെ 10 ആണ് അല്ലേ. വൈയിനേക്കാളും എത്ര കൂടുതലാണ്, 10% കൂടുതലാണ്, ഈ 110 വരും. ഇവിടെ എത്രയാണ് കൂടുതൽ, 1 ആണ് കൂടുതൽ അല്ലേ. വൈയിനേക്കാളും 1 കൂടുതലാണെന്ന് പറയുമ്പം എക്സ് എന്ന് പറയുന്നത് എത്ര വരും, 11 അല്ലേ. ഇവിടെ നോക്ക്, എക്സിനെയും വൈനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ദാന് കഴിഞ്ഞിട്ടുള്ളത് എക്സ് ആണ്. എക്സ് അപ്പം ഡിനോമിനേറ്ററിൽ വരും അല്ലേ. 11 എന്ന് പറയുന്നത് എനിക്ക് ഡിനോമിനേറ്ററിൽ വരും. ചോദ്യം, ദെൻ വാട്ട് പെർസെൻറ്റേജ് ഈസ് വൈ ലെസ് ദാൻ. വൈ എത്ര കുറവാണ് എക്സിനേക്കാളും അല്ലേ. ഇവിടെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് കിട്ടും 1 ആണെന്നുള്ളത് അല്ലേ. ഈ 1ന് നമ്മൾ എന്ത് ചെയ്താൽ മതി, മുകളിൽ എഴുതിയാൽ മതി, ന്യൂമറേറ്ററിൽ എഴുതിയാൽ മതി. സോ 1/11 എന്ന് പറയുന്ന ഫ്രാക്ഷൻ്റെ ഈക്വൽ പെർസെൻറ്റേജ് എത്രയാണ്, 1/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.09 ആണ്. സോ ഫ്രാക്ഷൻ ടേബിൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മസ്റ്റായിട്ടും കാണാം. സോ ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പം സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തുടങ്ങി ഒട്ടുമിക്ക എല്ലാ ടോപ്പിക്സിലും ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യം വീഡിയോ പോസ് ആക്കിയതിന് ശേഷം ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം എക്സ്പ്ലനേഷൻ നോക്കുക. ബി ഗോട്ട് 20% മാർക്ക് ലെസ് ദാൻ എ. വാട്ട് പെർസെൻറ്റേജ് മാർക്ക് ഡിഡ് എ ഗോട്ട് മോർ ദാൻ ബി. ദാന് കഴിഞ്ഞിട്ട് ആരാണ്, ബി ആണ്. ഡിനോമിനേറ്ററിൽ ആര് വരണം, ബീൻ്റെ വാല്യൂ വരണം. ആദ്യം നമുക്ക് പെർസെൻറ്റേജ് ചെയ്യാം. സോ പെർസെൻറ്റേജിൽ എങ്ങനെയാണ്, പെർസെൻറ്റേജ് കൺസെപ്റ്റിൽ ബി ഗോട്ട് 20% മോർ ലെസ് ദാൻ എ. ലെസ് ദാൻ ആണ് ഇവിടെ. സോ എയും ഉണ്ട് ബിയും ഉണ്ട് അല്ലേ. സോ ഇവിടെ 100 നമ്മൾ ആരെ എടുക്കണം, ബി ഗോട്ട് 20% മാർക്ക് ലെസ് ദാൻ എ. എനേക്കാളും 20% മാർക്ക് കുറവാണ് ആര്, ബി. സോ എ 100 ആണെങ്കിൽ 20% അല്ലെ, 100ൻ്റെ 20% എന്ന് പറയുന്നത് 20 തന്നെയാണ്. 100നേക്കാളും 20 കുറവാണ് ആര്, ബി എങ്കിൽ ബി എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടും, 80 അല്ലേ. ഇനി ചോദ്യം, വാട്ട് പെർസെൻറ്റേജ് മാർക്ക് ഡിഡ് എ ഗോട്ട് മോർ ദാൻ ബി. ബിനേക്കാളും എത്ര കൂടുതലാണ് എ, 20 കൂടുതലല്ലേ. ദാന് കഴിഞ്ഞിട്ട് ആരാണുള്ളത്, ബി. ബീൻ്റെ വാല്യൂ എത്രയാണ്, 80. സോ 20/80 ഇൻറ്റു 100 റൈറ്റ്. സോ ഇവിടെ കട്ട് ചെയ്യുമ്പം 0 0 പോവും. ഇവിടെ 4 ടൈംസ് വരും, ഇവിടെ 5 ടൈംസ് വരും. 4ഉം 20ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 5 ടൈംസ് 5 × 5 എന്ന് പറയുന്നത് 25% എന്ന് എനിക്ക് ആൻസർ കിട്ടും. ഇതേ ക്വസ്റ്റിനെ നമുക്ക് നമ്മുടെ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. എയും ബിയും അല്ലേ, എയും ഉണ്ട് ബിയും ഉണ്ട്.
20% എന്ന് പറഞ്ഞാൽ ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 20%ൻ്റെ ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/5 ആണ്. ഇവിടെ ബി ഗോട്ട് 20% മാർക്ക് ലെസ് ദാൻ എ, എനേക്കാളും കുറവാണ് ആര്? ബി എന്ന് പറയുന്നത്. സോ ഞാനിവിടെ എനെ എന്തെടുക്കും? 5 എന്നെടുക്കും. 5 യൂണിറ്റ് എ ആണെങ്കിൽ എനേക്കാളും 1 എന്താണ്? കുറവാണ് ആര്? ബി എന്ന് പറയുന്നത്. 1 കുറവാണെങ്കിൽ ബി എന്ന് പറയുന്നത് 4 കിട്ടും. 5:4 എന്ന് കിട്ടും അല്ലേ? ഇവിടെ നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? ഇവിടെ രണ്ടിൽ കോമൺ ആരാണ്? 20 ആണ്. ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടും, ഇവിടെ കട്ട് ചെയ്താൽ 4 കിട്ടും. സോ നമുക്ക് നേരിട്ട് എന്ത് കിട്ടും? റേഷ്യോ കിട്ടും. അത് നമുക്ക് സിംഗിൾ സ്റ്റെപ്പിൽ എഴുതാൻ പറ്റും. ഏതിൽ? നമ്മൾ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് എഴുതുമ്പോൾ. സോ ഇത്രയും സ്റ്റെപ്സ് നമുക്ക് എന്താണ്? ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ 5:4 കഴിഞ്ഞു പരിപാടി. ഇനി എന്താ ചോദ്യം? വാട്ട് പെർസെൻറ്റേജ് മാർക്ക് ഡിഡ് എ ഗോട്ട് മോർ ദാൻ ബി? ബീനേക്കാളും എക്ക് എത്ര കൂടുതൽ കിട്ടി? ഇവിടെ എത്രയാണ്? 1 യൂണിറ്റ് അല്ലേ? റൈറ്റ്. സോ ദാന് കഴിഞ്ഞിട്ട് ആരാണ്? ബി. 4 യൂണിറ്റ്. 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈക്വൽ പെർസെൻറ്റേജ്, ഫ്രാക്ഷൻ്റെ ഈക്വൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ്സ് 25% അല്ലേ? 25%. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എസ് ഇൻകം ഈസ് 25% മോർ ദാൻ ബീസ് ഇൻകം. എയുടെ ഇൻകം എന്ന് പറയുന്നത് ബിയുടെ ഇൻകത്തിനേക്കാളും 25% കൂടുതലാണ്. ഇവിടെ 100 അല്ലെങ്കിൽ ബേസ് 100 ആയിട്ടുള്ളതിനെ നമ്മൾ എ ആണോ ബി ആണോ കൺസിഡർ ചെയ്യുക? എ ഉണ്ട്, ബി ഉണ്ട്. എസ് ഇൻകം 25% മോർ ദാൻ ബീസ് ഇൻകം. ബിനേക്കാളും കൂടുതലാണ് ആര്? എ എന്ന് പറയുന്നത്. സോ നമുക്ക് ബീനെ 100 എടുക്കാം. 100ൻ്റെ 25% എന്ന് പറയുന്നത് 25 തന്നെയാണ്. സോ എ എന്ന് പറയുന്നത് 125 ആയിരിക്കും. റൈറ്റ്. സോ 125, 100. ഇനി പറയുന്നത് ബീസ് ഇൻകം ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് എ ഇൻകം അല്ലേ? ആരെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? എയുടെ ഇൻകത്തിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോ ഡിനോമിനേറ്ററിൽ ആര് വരും? എ വരും. മുകളിൽ ആര് വരും? ബി അല്ലേ? 100. സോ ബീസ് ഇൻകം എന്ന് പറയുന്നത് എയുടെ ഇൻകത്തിൻ്റെ എത്ര ശതമാനമാണ്? ഇൻറ്റു 100. ഇവിടെ 25 കോമൺ ആയിട്ട് പോകും. 125ലും 100ലും. സോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ 5 ടൈംസ്, ഇവിടെ 4 ടൈംസ്, ഇവിടെ 20 വരും. 20 × 4 എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടും? 80 എന്ന് കിട്ടും അല്ലേ? സോ ഇതേ പ്രോബ്ലത്തിനെ നമുക്ക് പെർസെൻറ്റേജ് അല്ലാതെ ഫ്രാക്ഷനിൽ ചെയ്ത് നോക്കാം. ഫ്രാക്ഷൻ മെത്തേഡ്. ഫ്രാക്ഷനിൽ ചെയ്യുമ്പം 25%ൻ്റെ ഈക്വൽ ഫ്രാക്ഷൻ എത്രയാണ്? 25%ൻ്റെ ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് 1/4 കിട്ടും അല്ലേ? സോ എ ഉണ്ട്, ബി ഉണ്ട്. ബിനേക്കാളും കൂടുതലാണ് എ. സോ ബി എന്ന് പറയുന്നത് ഞാൻ 4 എടുത്തു കഴിഞ്ഞാൽ ഈ ചേഞ്ച് 1 എത്രയാണ്? എന്ത് ചേഞ്ചാണ്? മോർ ദാൻ ആണ്. സോ നമ്മൾ ഓൾറെഡി നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മോർ ദാൻ ആണെങ്കിൽ 100 + എക്സും, X% ലെസ് ദാൻ ആണെങ്കിൽ 100 - എക്സും അല്ലേ? സോ ഇവിടെ 1 മോർ ദാൻ ആണ്. 4നേക്കാളും എത്ര കൂടുതലാണ്? 1 യൂണിറ്റ് കൂടുതലാണ്. സോ എ എന്ന് പറയുന്നത് എനിക്ക് 5 കിട്ടും. എന്നിട്ട് ചോദിച്ചു, എന്താ ചോദിച്ചത്? ബീസ് ഇൻകം ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് എസ് ഇൻകം? എ ഇൻകം എന്ന് പറഞ്ഞാൽ 5 ആണ്. അത് ഡിനോമിനേറ്ററിൽ വരും. സോ 5 എനിക്ക് കിട്ടും അല്ലേ? 5 ഇടും. 5 വരും. എയുടെ ഇൻകം എന്ന് പറയുന്നത് അത് ബിയുടെ എത്രയാണ്? 4/5 എന്ന് പറയുന്നത് നമുക്കറിയാം. 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% ആണ്. 2/5 എന്ന് പറഞ്ഞാൽ 40%, 3/5 എന്ന് പറഞ്ഞാൽ 60, 4/5 എന്ന് പറഞ്ഞാൽ 80% ആണ്. ഫ്രാക്ഷൻ ടേബിളാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മാത്സിന് അല്ലെങ്കിൽ കാൽക്കുലേഷനിൽ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പെർസെൻറ്റേജിലെ ഫ്രാക്ഷൻ ടേബിൾ എന്ന് പറയുന്നത്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. ആൻഡ് നമുക്ക് മറ്റൊരു എക്സാമ്പിളും കൂടെ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? എ സാലറി ഈസ് 50% മോർ ദാൻ ദാറ്റ് ഓഫ് ബി. നമ്മളിനി പെർസെൻറ്റേജ് കൺസെപ്റ്റ് പോകുന്നില്ല, നമുക്ക് ഫ്രാക്ഷനിൽ തന്നെ ചെയ്യാം അല്ലേ? 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 50% ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? എത്ര വരും? 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. സോ 50% മോർ ദാൻ ദാറ്റ് ഓഫ് ബി. സോ എയും ഉണ്ട്, നമുക്ക് ബിയും ഉണ്ട്. ബി ആണ് ഇവിടെ, ബിനേക്കാളും കൂടുതലാണ് എ. സോ ബി 2 ആണെങ്കിൽ എത്ര കൂടുതലാണ്? 1 കൂടുതലാണ് ആര്? എ എന്ന് പറയുന്നത്. 3:2 എന്ന് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ചോദിച്ചു ദെൻ ബി സാലറി ഈസ് വാട്ട് പെർസെൻറ്റേജ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എ എന്നല്ല ചോദ്യം. എനേക്കാളും എത്ര കുറവാണ്? എത്ര കുറവാണ് ഇവിടെ? 1 കുറവാണ്. ദാന് കഴിഞ്ഞിട്ട് ആരാണുള്ളത് അല്ലേ? ദാന് കഴിഞ്ഞിട്ട് വരുന്നത് എ ആണ്. ഡിനോമിനേറ്ററിൽ ആര് വരും? എ വരും. 1/3 എന്ന് എനിക്ക് കിട്ടും. സോ ഈ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ പെർസെൻറ്റേജ് എത്രയാണ്? അതെ, 33.33% എന്ന് പറയുന്നതാണ്. റൈറ്റ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. സൈനിങ് ഓഫ്.